വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ 32 മുതൽ 34 വരെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32, 33, 34 വാക്യങ്ങൾ. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ രോഗികളെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്ന് കൂടി ഇരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിഞ്ഞിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കുവാൻ അനുവദിച്ചില്ല. സ്വല്പസമയം പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ചത്തെ ആരാധന നാളെ വരുന്നു. അടുത്ത വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാളിനായി നമ്മൾ ഒരുങ്ങുന്നു. ജൂൺ മാസം 4-ാം തീയതി പെന്തക്കോസ്ത് പെരുന്നാളിനായി നമ്മൾ തയ്യാറാകുന്നു. ഇത്രയും കാര്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ചതായ തിരുവചനം സ്വർഗാരോഹണ പെരുന്നാളും പെന്തക്കോസ്ത് പെരുന്നാളും നമ്മളെ ഒരുക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് 3.5 കൊല്ലം അനേകരിൽ ചെയ്തതായ വേലകൾക്ക് ശേഷമാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. അതേ കർത്താവ് നമ്മളിൽ ജനിച്ചിട്ടുണ്ട്. മാമോദിസായിൽ നമ്മൾ ജനിച്ചിട്ടുണ്ട്. യേശു ഈ വന്നിരിക്കുന്ന നല്ലൊരു മാമോദിസയേറ്റവരാണ്. മാമോദിസയേറ്റവരാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്, കുർബാന അനുഭവിക്കുന്നത്. മാമോദിസ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം അവർ ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് സഭയുടെ ആദ്യത്തെ പതിവ്. മാമോദിസയേറ്റവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. മാമോദിസയേറ്റവരായ നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചതാണ്. പക്ഷെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഉള്ളിൽ ജനിച്ചതായ യേശുവിനെ നമ്മൾ വളർത്തി സ്വർഗാരോഹണം ചെയ്യിച്ചതിന് ശേഷം നമുക്ക് പെന്തക്കോസ്തിയുടെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. പെന്തക്കോസ്തിയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ യേശു 33.5 കൊല്ലക്കാലം ചെയ്ത പണി നമ്മളിൽ പൂർത്തിയാകണം. അത് എത്രത്തോളം ആയി എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ വേദഭാഗം വായിച്ചത്. മർക്കോസ് 1:32. വൈകുന്നേരത്തെ സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ രോഗികളെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. അങ്ങനെ പട്ടണത്തിലുണ്ടായിരുന്നവർ മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ വന്നുകൂടിയിട്ട് നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അവരെ അവർ സൗഖ്യമാക്കിയെന്ന് പറയുന്നു. അപ്പൊ സൗഖ്യമാക്കിയതിന് ശേഷം കർത്താവിനെ അനുഗമിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ കണ്ടതിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മുടേതാവുള്ളൂ. അങ്ങനെ ഒരു പെരുന്നാൾ സഭയിലുണ്ട്. അത് പണ്ട് നടന്ന പെരുന്നാളിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പെരുന്നാളാണ്. പക്ഷെ അത് നമ്മുടെ അനുഭവമാകണമെങ്കിൽ കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാർ പോയ വഴിയൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നുള്ളവർ ഓർപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ അന്ന് നാനാജാതി പ്രശ്നങ്ങളാൽ വലഞ്ഞിരുന്നവരെ സൗഖ്യമാക്കിയ കർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സങ്കേതഭവനത്തിലാകണം. അപ്പൊ ഈ സങ്കേതഭവനത്തിൽ അന്ന് കർത്താവ് ചെയ്തതായ ആ പണി ചെയ്യുവാൻ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ശരീരം ഒരു സ്ഥലത്തിരുന്നിട്ട് അവിടെ വന്നവരെല്ലാവരും പട്ടണത്തിലുള്ളവരെ മുഴുവനും സുഖപ്പെടുത്തിയ രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പൊ ഈ പത്തനംതിട്ട പട്ടണത്തിന്റെ ഒരു ഭാഗമായ ഈ സങ്കേത ഭവനത്തിൽ ഈ നന്നോക്കാട് അതേ വേല ചെയ്യുവാൻ കർത്താവ് ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവ് അന്ന് ചെയ്ത വേല ചെയ്ത അതേ ശരീരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത കർത്താവ് ബേത്ലഹേമിൽ ജനിച്ച് ഗോകുൽത്തായിൽ മരിക്കുന്നത് വരെ ഭൂമിയിൽ നടന്ന അതേ ശരീരത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ വിശുദ്ധ കുർബാനയിലെ ശരീരങ്ങളിലുണ്ട്. ആ വിശ്വാസം നമുക്ക് വേണം. എന്നാൽ സ്വർഗാരോഹണം ചെയ്ത യേശുവിന്റെ ശരീരം പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ ശരീരം ഇപ്പൊ ഇവിടെ വേണ്ട കാര്യമില്ല. അത് നമ്മുടെ കല്യാണത്തിന് വന്നാൽ മതി. നമുക്ക് വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. യേശുവുമായി മണവാട്ടി സഭയുടെ വിവാഹത്തിന്റെ സമയത്ത് കല്യാണമണ്ഡലത്തിൽ ഉയർത്തെഴുന്നേറ്റ് അസ്ഥി മാംസമുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരം പ്രത്യക്ഷപ്പെടും. ആ ശരീരത്തിൽ നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട പ്രാണനുണ്ടെങ്കിൽ ആ പ്രാണനും മണവാട്ടിയായിട്ട് പ്രത്യക്ഷപ്പെടും. നമ്മളവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ ശരീരം ഇപ്പോൾ അവിടെ ഇരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് നടന്നതും പ്രവർത്തിച്ചതുമായ ആ ശരീരമാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത്. കാരണം ആ ശരീരമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശരീരം പോലെ കർത്താവ് ശരീരം ധരിച്ചു. കർത്താവിന്റെ മരിക്കുന്നതിന് മുമ്പുള്ള ശരീരം നമ്മുടെ ശരീരം ഒരുപോലെയാണ്. അപ്പോൾ ആ ശരീരത്തിന് എല്ലാ ഗുണങ്ങളുമുള്ള കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ഇപ്പോൾ ഇതാ ഇവിടെ ഈ വിശുദ്ധ കുർബാനയിലൂടെ സന്നിധനായിരിക്കുന്നു.
ഈ വിശുദ്ധ കുർബാന നമ്മുടെ നാവിൽ തൊടുമ്പോൾ കർത്താവ് രോഗികളെ തൊട്ട അനുഭവം നമുക്കുണ്ടാകും. ആ കർത്താവിന്റെ ശബ്ദം ഇപ്പോൾ എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ കൂടെ കേൾക്കുമ്പോൾ അന്ന് വചനം കേട്ടവർക്കുണ്ടായ അനുഭവം എല്ലാം നമുക്കും ഉണ്ടാവും. അപ്പൊ ഈ സങ്കേത ഭവനത്തിൽ നമ്മളെ എത്തിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആകർഷണമാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം ആത്മീയവും മാനസികവും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനാണ് യേശു എന്ന് വിശ്വാസമുള്ളവർ ഹല്ലേലൂയ പറയാവോ? അവനെ അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ വലിയ അത്ഭുതം നമ്മളിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് താൻ മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു സന്ദേശം നാളെ, അതായത് നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് വായിക്കേണ്ട വേദഭാഗമായ സന്ധ്യയ്ക്ക് വായിക്കേണ്ടത് യോഹന്നാൻ 14 1 മുതൽ 16 വരെയുള്ള ഭാഗം കൊണ്ട് ഇപ്പോൾ വായിക്കുകയാണ്. ആ വചനം പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. പെന്തേക്കോസ്ത് നമ്മുടേതാകും. അപ്പോൾ നമുക്ക് യേശുവിനെ സാക്ഷിക്കുവാനും യേശു നമ്മളുണ്ടെന്നുള്ള ശത്രുവിനെ കൊണ്ട് പറയിക്കാനും സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കണം. ഈ മുഖവരിയോടുകൂടെ പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 4ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം, അതായത് ഇന്ന് വരാൻ പോകുന്ന ഈ പകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇപ്പോഴേ വായിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശു അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കലങ്ങിപ്പോകരുതെന്ന് പറയാൻ കാരണം കലക്കാൻ ആളുള്ളതുകൊണ്ടാണ്. അപ്പം ഹൃദയം കലക്കി എന്ന് പറഞ്ഞാൽ പിശാച് അവൻ്റെ തൊഴിൽ കലക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിൽ ഹൃദയം കലങ്ങിയവരാണ് നമ്മൾ ഇവിടെ എല്ലാം വന്നിരിക്കുന്നവർ. നമ്മുടെ ഹൃദയത്തെ കലക്കത്തക്കവണ്ണം പിശാച്, കള്ളനായ പിശാച്, ദുഷ്ടനായ പിശാച് നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നതിൽ അസൂയുള്ളവനാണ്. നമ്മളെ കർത്താവ് തൻ്റെ ജീവിത പങ്കാളിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതിൽ അസൂയുണ്ട്. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിന് അസൂയുണ്ട്. പിശാചായി മാറിപ്പോയ മാലാഖമാർ സ്വർഗത്തിലെ സുഖമൊക്കെ അനുഭവിച്ചവരാണ്. അവർക്ക് ഇനി അത് കിട്ടുകയില്ല. അവരെ നിത്യ നരകത്തിന് വിധിച്ച് നരകത്തിലേക്ക് പോകുന്ന വഴി ഭൂമിയിൽ തങ്ങിയിരിക്കുകയാണ്. നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന അവൻ്റെ പരിപാടി. പക്ഷെ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ കർത്താവിൻ്റെ സ്വർഗത്തിൽ കൂടെ ഇരുത്തണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഹൃദയം ഏതെല്ലാം കാര്യത്തിൽ കലങ്ങിപ്പോയിരിക്കുന്നു. കലക്കം ഉണ്ടാകുന്നത് വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണെന്നാണ് കർത്താവ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പൊ ദൈവവിശ്വാസം കുറയുകയും ഇല്ലാതാകുകയും ചെയ്യുമ്പോഴാണ് ഹൃദയം കലങ്ങുന്നത്. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിലും വിശ്വസിക്കണം. അതാ കർത്താവിന്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. ഇപ്പൊ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണമെന്ന് പരിശുദ്ധാത്മാവും പറയും. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രത്യാശയും ദൈവസ്നേഹവും സൗഖ്യവും രക്ഷയും ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലെ പിതാവിലുള്ളതായ വിശ്വാസത്തിന്റെ അപൂർണത പരിഹരിക്കണം. യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്തിന്റെ അപൂർണത പരിഹരിക്കണം. അതിന് വിശ്വാസ പ്രമാണം ഒന്നുകൂടെ ചെല്ലാൻ പോവുക. അപ്പൊ എല്ലാ പ്രാർത്ഥനകളിലും കുർബാനകളിലും വിശ്വാസ പ്രമാണം ആവർത്തിക്കുന്നു. എല്ലാ യാമപ്രാർത്ഥനകളിലും വിശ്വാസ പ്രമാണം ആവർത്തിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് പ്രത്യാശയും ദൈവസ്നേഹവും സൗഖ്യവും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് അവിശ്വാസം വരുത്തിയതായ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നുകൂടെ പാപത്തിന് പ്രാർത്ഥന നടത്താൻ പോവുക. അവിശ്വാസികളായ അനേക ദുഷ്ടന്മാർ ജീവിക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന സംഭവം, അവിശ്വാസികളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ, അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പണ കൂടിയാൽ അവരുടെ നിലയിലേക്ക് നമ്മൾ താണു പോകും. അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പാപവചനം പ്രാർത്ഥിച്ചെങ്കിലേ വിശ്വാസിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ഈ ലോകത്തിൽ അന്യദേവനെ ആരാധിക്കുന്ന അനേകരുള്ള ഈ ലോകത്തിൽ കോടിക്കണക്കിന് പേര് ജീവിക്കുന്ന ഇന്ത്യയിൽ 30 മുക്കോടി ദേവന്മാരെയും അനേക ദേവിമാരെയൊക്കെ ആരാധിക്കുന്ന സ്ഥലമാണ്. അവരെ നമ്മൾ കൂട്ടുകാരായ നാട്ടുകാരായിട്ട് നമുക്ക് കൊണ്ടുവരാം. അവരുടേതായ സംസ്കാരവും അവരുടേതായ അന്യദേവ ആരാധനയോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പരോക്ഷമായോ പ്രത്യക്ഷമായോ അറിഞ്ഞോ അറിയാതെയൊക്കെ സഹകരിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസി കിട്ടേണ്ട അനുഗ്രഹങ്ങളെല്ലാം കിട്ടാത്തത്. അതുകൊണ്ട് നമ്മുടെ മാമോദീസായിൽ നമ്മൾ പിശാചിനെ ഉപേക്ഷിച്ചതാണ്. നമ്മുടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. അങ്ങനെ പ്രതിജ്ഞ എടുത്തതാണ്. അങ്ങനെ ഇറക്കി വിട്ട പിശാച് വീണ്ടും തിരി കയറാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മാമോദീസായിൽ ഉപേക്ഷിച്ച പിശാച് തിരികെ കയറുവാൻ പല തന്ത്രങ്ങളും അവൻ മെനയും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ തന്ത്രങ്ങളിൽ കുടുങ്ങിയിട്ട് നമ്മൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഇണയില്ലാപ്പണ കൂടിയിട്ട് ദൈവമില്ലാത്തവരാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിലും ദൈവം നമുക്കും നമ്മൾ ദൈവത്തിനുള്ളവരായെങ്കിൽ മാത്രമേ അനുഗ്രഹം കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവമില്ലാത്തവരാകുന്നത് എപ്പോഴാണ്? അന്യദേവനെ ആരാധിക്കുന്നവരുള്ള കൂട്ട്, അവരുള്ളതായ സഹകരണങ്ങൾ, അവർ തരുന്ന ആഹാരപാനീയങ്ങൾ കഴിക്കുന്നത്, അവരുടെ ആചാരങ്ങൾക്ക് പോകുന്നത്, അവരുടെ ഉത്സവങ്ങൾ സംബന്ധിക്കുന്നതൊക്കെ നമുക്ക് വിശ്വാസ പ്രമാണത്തിനെതിരാണ്. അത് 10 കൽപ്പനയിലെ 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്.
ഒന്നാം പ്രമാണത്തെ ലംഘിപ്പിച്ചിട്ട് നമ്മൾ അന്യദേവന്റെ കൂടെ ആക്കാൻ ആ ശാപങ്ങൾ വന്നു തീരാൻ പിശാച് വളരെ വിദഗ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാ പ്രാർത്ഥനയിലും ദൈവമേ എൻ്റെ അവിശ്വാസം എന്നോട് ക്ഷമിക്കണം, അവിശ്വാസികളോട് ഞാൻ ഇണയിലാപ്പണ കൂടിയിട്ടുണ്ട്, അവരോട് സഹകരിച്ചിട്ടുണ്ട്, അതിൻ്റെ ശാപമൊന്നും ഞങ്ങൾക്ക് വരല്ലേ, ഞങ്ങൾ നിൻ്റേതാണ്, വിവാഹ നിശ്ചയം നടന്നതാ, സ്വർഗത്തിലെ ഏക ആ പിതാവിൻ്റെ പുത്രൻ്റെ വധുവായി തീരുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഞങ്ങൾ വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ച പിശാചുമായിട്ട് അവിഹിതബന്ധമുണ്ടായി, അതുകൊണ്ട് കല്യാണം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വിവാഹത്തിന് കർത്താവിൻ്റെ കല്യാണം നടക്കാതെ പോകല്ലേ, അല്ലെങ്കിൽ മുടങ്ങിപ്പോകരുതെന്ന് പറഞ്ഞൊരു കുറ്റബോധത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ വിശ്വാസികൾ പിതാവിൽ വിശ്വസിക്കുന്നവർക്ക്, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ആത്മഫലങ്ങളും നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നമ്മുടെ വിചാരങ്ങളോട് യാത്ര പറയാം. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ സങ്കടത്തോടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവരുടെ വിഷയം ഇതാണ്: ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെട്ടു, എവിടെ പോയാലും ജോലി കിട്ടുകയില്ല, കിട്ടിയാൽ ഇറക്കി വിടും, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു, അത് പോയി, പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ബോംബെക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇതെങ്കിലും ജോബായി കിട്ടിയാൽ കൊള്ളാമെന്ന് പ്രാർത്ഥിക്കാൻ വന്നു. എന്താ കാര്യം എന്നവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവാത്മാവ് ഒരു വെളിപ്പാട് തന്നു, ഒരു അന്യദേവനെ ആരാധിക്കുന്നതിന് കൂട്ടുകൂടിയെന്ന. കാര്യം സാധിക്കാൻ വേണ്ടി കാണുന്നിടത്തെല്ലാം നേർച്ചയിടും. മുസ്ലിം പള്ളിയുടെ ഭണ്ണാരത്തിലിടും, ഹിന്ദുക്കളുടെ അമ്പലത്തിന് മുമ്പിലും ഇടും, പള്ളിയിലും ഇടും. എതിലെയാ രക്ഷ വരുന്നെങ്കിലും വന്നോട്ടെന്ന് വിചാരിച്ച് പല വള്ളത്തെ ചവിട്ടുന്ന ഒരു പരിപാടി. അങ്ങനെ ഒത്തിരി നേർച്ച പലയിടത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നവർ തരുന്ന പ്രസാദവും കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കർത്താവേ നീ എന്നെ സഹായിക്കാത്തെന്ന് ചോദിച്ച് കരയുക. അത് അവരെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചു. അതവർക്ക് തെറ്റാണെന്ന് സമ്മതിച്ചു. വിശ്വാസപ്രമാണം ഏറ്റു ചൊല്ലി. സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥനയിൽ മാതാവിനുള്ള പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവൻ വെച്ചു. അവരെ കുറ്റം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ചു, തലയെ കൈവച്ച് ബോംബെക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ അനുഗ്രഹം പോയ വഴി, അനുഗ്രഹം വരുന്ന വഴി, ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് കഴിഞ്ഞാൽ പിശാച് നമ്മുടെ ഒരു കേസ് കൊടുക്കും. ഇവനിപ്പം അവിശ്വാസിയാണ്, ഇവനൊന്നും കൊടുക്കണ്ട, അവൻ എൻ്റെ വകയാ, എൻ്റെ കൂടെ അവനെ കൊണ്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞ് പിശാച് സ്വർഗ്ഗകോടതി കേസ് കൊണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സകല കേസുകളും ഇല്ലാതാക്കി ഒരിക്കൽ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പാവോചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി നിങ്ങളെ ആശ്വദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സ്തുതി ആദ്യമുള്ള നേരത്തിന്റെ കണ്ണീരോടൊന്നേക്ക് ഉണ്ടായിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, വിശുദ്ധ കുർബാനയുടെ കർത്താവിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് മരിച്ച് ഉയർത്തുന്നതിന് യേശുവിനെ ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയാണ്, സമ്പൂർണ്ണ സുവിശേഷ വേല. ആ സമ്പൂർണ്ണ സുവിശേഷ വേലയിൽ യേശുവിൻ്റെ ജനനം, വളർച്ച, പരസ്യ ശുശ്രൂഷ, മരണം, സ്വർഗാരോഹണം വരെ ഇപ്പോൾ നമ്മൾ ഓർത്തു കഴിഞ്ഞു. അതിന് പറ്റിയ വിധത്തിലാണ് ഈ ആരാധന ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം ഒരുമനപ്പെട്ട് കാത്തിരുന്ന 120 പേർ പെന്തക്കോസ്തിക്കായി കാത്തിരുന്ന കാര്യം ഓർക്കുന്ന സമയമാണ്. ഈ 120 പേരുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുകയാണെങ്കിൽ നമുക്കും പെന്തക്കോസ്തിയുടെ അനുഭവം, പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവം എല്ലാ കുർബാനയിലും ലഭിക്കും. എല്ലാ കുർബാനയിലും ആത്മനിറവുണ്ട്, അഭിഷേകത്തിന് ജ്വലിപ്പിക്കലുണ്ട്. എല്ലാ കുർബാനയിലും യേശുവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയയിലെ ഏതെങ്കിലും സംഭവങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. ഈ വന്നിരിക്കുന്നവരെല്ലാം ഓരോ നിലവാരത്തിൽ കഴിയുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിറയത്തക്ക തരത്തിൽ മനപ്പൊരുത്തമുള്ളവരും പ്രാണൻ മുഴുവൻ വീണ്ടെടുക്കപ്പെടുന്ന ചുരുക്കമായിരിക്കാം. എന്നാൽ നമുക്കെല്ലാവർക്കും ഒരു പൊരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു ജനിച്ചവരാണ്. നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ചതാണ്. അങ്ങനെ മാമോദീസായിൽ യേശുവിനെ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ആ യേശുവിനെ നമ്മൾ സ്വർഗാരോഹണം ചെയ്യുന്ന പരുവത്ത് വരെ വളർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ചെയ്യേണ്ട സമയം. അതിന് പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനാണ് ഈ ആരാധനയും കൂട്ടായ്മയും ധ്യാനവും എന്നുള്ള കാര്യം ഓർക്കുന്നത്. പരിശുദ്ധ കന്യാമറിയാമിന് വചനിപ്പ് ലഭിച്ചത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഇടയ്ക്കാണ്. അന്നേരമാണ് മാലാഖ എന്ന് പറയുന്നത് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, കന്യാഗർഭിണിയായി മകനെ പ്രസവിച്ചിട്ട് ആ മകൻ
സ്ത്രീയുടെ സന്തതിയായി വളർന്ന് പാവപ്പാവൻ തലയതിക്കുന്ന ഒരു പരിപാടി ദൈവത്തിനുണ്ട്. നിന്നെ ദൈവം അതിന് വിളിക്കുന്നുണ്ട്. നിനക്ക് സമ്മതമാണോ, മനസ്സാണോ? മറിയാമിൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയമായിരുന്നുകൊണ്ട് ആ വിഷയം വളരെ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു മറിയാമിന്. പഴയ നിയമം മുഴുവൻ പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് വായിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിനെതിരെ ചതിക്കുമെന്നുള്ള പ്രവചനം, കന്യഗർഭിണിയായി മോനെ പ്രസവിക്കുമെന്നുള്ള കാര്യം. ഇതെല്ലാം മാതാവിൻ്റെ പ്രാർത്ഥനാ വിഷയമായിരുന്നുകൊണ്ട് മാതാവ് വളരെ താല്പര്യത്തോടെ ആ സന്ദേശം ഉൾക്കൊണ്ടു. പക്ഷെ മാതാവിനൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. വിവാഹം നടന്നിട്ടില്ലല്ലോ, കല്യാണം ഉറപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞല്ലേ ഗർഭിണിയാകാനൊക്കെ ഉള്ളൂ, വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാകുമെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ന്യായമായ ചോദ്യമാണ്. അപ്പോൾ നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഗർഭധാരണം. ഇത് പരിശുദ്ധാത്മാവ് നിഴലിട്ട്, പരിശുദ്ധാത്മാവിന് നിഴലടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നീ കന്യകയായി തന്നെ ഇരിക്കും. കന്യാവൃത്തിന് ഒരു ഭംഗവും വരികയില്ല. കന്യകയായിരുന്നുകൊണ്ട് തന്നെ നിനക്ക് ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം ഇതാ ദൈവം തരാൻ പോകുന്നവർക്ക് വേണോ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം മറിയാം നല്ലവണ്ണം ആലോചിച്ച് നോക്കിയപ്പോൾ ഒത്തിരി പ്രായോഗിക ബുദ്ധിമുട്ട് അതിനകത്തുണ്ട്. യഹൂദന്മാരുടെ സംസ്കാരം അനുസരിച്ച് കല്യാണം ഉറപ്പിനും കല്യാണത്തിനിടെ ഒരാൾ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിയമം കിടപ്പുണ്ട്. ഈ കന്യാമറിയാമിനോട് പറഞ്ഞ ഈ സന്ദേശം വേറെ ആരോടും ദൈവോട് പറഞ്ഞിട്ടുമില്ല. യോസേപ്പിനോടും പറഞ്ഞിട്ടില്ല, അയൽക്കാരോടും ആരോടും പറഞ്ഞിട്ടില്ല. അവരാരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാനിത് സമ്മതിച്ചാൽ ഞാൻ കല്ലെറിയപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പക്ഷെ ദൈവമല്ലേ എന്നോട് പറഞ്ഞത്, ദൈവം അതിന് പരിഹാരം വരുത്തിക്കോളും, ദൈവേഷ്ടം നടക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വചനം മാംസം ധരിക്കാൻ തുടങ്ങി. അപ്പൊ കന്യാമറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി വചനത്തെ മാംസം ധരിപ്പിക്കുന്ന ഒരു അമ്മയാകാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. നിങ്ങൾ ഒത്തിരി നാളെ വചനം വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി. നിങ്ങൾ ഒരു വചനമെങ്കിലും മാംസം ധരിച്ചിട്ടുണ്ടോ? മാംസം ധരിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. ഗർഭിണിയാകുന്ന ഒരു അമ്മയ്ക്ക് ഗർഭധാരണം നടന്നുള്ളതിന് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഉണ്ട്. മറിയാമിന് അത് തിരിച്ചറിയാൻ സാധിച്ചു. കന്യാമറിയാമിന് ആത്മാവിലായി പാട്ട് പാടാൻ സാധിച്ചു. അപ്പം നമ്മുടെ ഉള്ളിൽ യേശുക്കുഞ്ഞ് ജനിച്ചാൽ ഉണ്ടാകുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പാടിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പാട്ട്, നല്ല രസമുള്ള പാട്ടാണ്. മറിയാം പറഞ്ഞാൽ ദേഹി കർത്താവിന് പാട്ട്. അപ്പം മറിയാമിൻ്റെ പാട്ട് എല്ലാ രാത്രി പ്രാർത്ഥനയിലും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിൽ ജനിച്ച യേശു നമ്മുടെ ഉള്ളിൽ നിന്ന് മാംസം ധരിക്കാൻ നമ്മുടെ ശക്തി വലിച്ചെടുക്കുന്നത് വളരെ രസകരമായൊരു അനുഭവമാണ്. നമ്മുടെ മഹത്വവും ശക്തിയെല്ലാം കർത്താവിന് വലിച്ചെടുക്കാനാണ്. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും ഉണ്ടാകുന്ന സന്തോഷം അമ്മ ജന്മസാഫല്യം അടയുകയാണ്. ഒരമ്മ ജന്മസാഫല്യം അടയുന്ന ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് സന്തോഷമാണ്, വളരെയധികം സന്തോഷം. എന്നെ ജീവന ശക്തിയല്ലോ ഒരു കുഞ്ഞ് വലിച്ചെടുക്കുന്നുണ്ടല്ലോ, വളരട്ടെ വളരട്ടെ, അടുത്ത തലമുറയെ കാണാമല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ പരിശുദ്ധ കന്യാമറിയാമിനുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പെന്തിക്കോസ്തിക്ക് മുമ്പ് അത് ചെക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച കുർബാന തക്സായിൽ നിന്ന് 3 കൂട്ടം കാര്യങ്ങൾ ആമീൻ പറഞ്ഞു. പിതാവ് നമ്മോടുകൂടെ, ആമീൻ. പുത്രൻ നമ്മോടുകൂടെ, സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവും, 3 ആമീൻ പറഞ്ഞു. പക്ഷെ അനുഭവം വല്ലതും ഉണ്ടോ? ആമീൻ പറഞ്ഞാൽ പോരാ, അനുഭവം ആശ്രയിച്ചുകൊണ്ട് വേണം ഇതൊക്കെ പറയാൻ. മനസ്സിലായോ? അപ്പം ബേത്ലഹേമിൽ ജനിച്ച യേശുവിനെ മാതാവ് തിരിച്ചറിഞ്ഞു. ആ മാതാവിന് മാത്രമല്ല ആട്ടിടയന്മാർക്ക് തിരിച്ചറിയാൻ സന്തോഷിക്കാനൊത്തു വിദ്വാൻമാർക്ക് സാധിച്ചു. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ കുർബാനയും ഈ അനുഭവമുണ്ട്. ഈ ഇന്നത്തെ കുർബാനയിൽ വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കും ഉണ്ടായ സന്തോഷം ഉണ്ടായവരൊന്ന് ഹല്ലേലൂയ പറയാവോ? എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞോ? അപ്പോൾ ഹല്ലേലൂയ അനുഭവം ഉണ്ടായി പറഞ്ഞാൽ മതി, കള്ളമൊന്നും പറയണ്ട. നിൻസ്തുതിയും ഹല്ലേലൂയായും നിർത്തരുത് എന്നൊരു വചനമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നിന്ന് പോയതിൻ്റെ കാര്യം എന്നാ? ഏതാണ്ട് കുഴപ്പമുണ്ട്. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് അപ്പം ഏതാണ്ട് നേരുകേടുണ്ട് കയ്യിൽ. അതുകൊണ്ട് സ്തുതി അങ്ങ് നിന്ന് പോവുക. അതുകൊണ്ട് നമ്മൾ നേരുകാട് ആകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് ഞങ്ങളുടെ യേശു ജനിച്ചെങ്കിലും ഇങ്ങോട്ട് വളരുന്നില്ല. കാര്യം എന്നാ? നേരുകേട് മാറി. വഴി സത്യവും ജീവനുമായ യേശുവിന് സത്യത്തിൽ മാത്രമേ വളരാൻ. എന്തെങ്കിലും കള്ളം പറഞ്ഞു പോയാൽ, എന്തെങ്കിലും അരുതാത്ത പറഞ്ഞു പോയാൽ യേശുവിൻ്റെ വളർച്ചയാണ്, മുടങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ യേശു കുഞ്ഞിനെ ആരും കാണാത്തതിന് കാര്യം നേരുള്ളവർക്ക് ഉള്ള ഉചിതമായ സ്തുതി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് കള്ളസ്തുതിയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത് കപടഭക്തിയായിട്ട് വിശേഷിച്ച് പറഞ്ഞ് അനുഗ്രഹം തടയുകയും ചെയ്യും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തണം. അപ്പം അങ്ങനെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞുള്ള ഒരു പ്രഖ്യാപനം യോഹന്നാൻ കേട്ടു. അവിടെ നിന്നവരൊക്കെ കേട്ടു. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപുത്രരായി നമ്മുടെ ഉള്ളിൽ യേശു 30 വയസ്സ് വരെ ജീവിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം നമുക്കും ഉണ്ടാവും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നീ എൻ്റെ പ്രിയ മോളാണ്, നീ എൻ്റെ പ്രിയ മോനാ, പ്രിയ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? യേശു 30 വയസ്സ് വരെ ഇതുവരെ വളർന്നിട്ടില്ല. വളർത്തണം.
അപ്പൊ ആഗ്രഹിക്കണം, കർത്താവേ നീ എൻ്റെ പ്രിയപുത്രനാണ് പ്രിയപുത്രിയാണെന്നുള്ള ശബ്ദം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമായില്ല. തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുമ്പോഴാണ് ഈ വിളി നമുക്കുണ്ടാകുന്നത്. ആ വിളി കേൾക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ആ വിളി കേട്ടപ്പൻ ആരെല്ലാം ചീത്ത വിളിച്ചാൽ ഒരു വിഷമവുമില്ല. കാര്യം എന്നാ, നമുക്ക് ആരെങ്കിലും ചീത്ത വിളിച്ചാൽ നമ്മളെ കളിയാക്കിയെന്ന് കേട്ടാൽ വിഷമം വരുന്നതിന്റെ കാര്യം എന്നാ, ദൈവപ്രസാദത്തിന്റെ സന്തോഷം നമ്മളിതൊരു മനുഷ്യരുടെ പ്രസാദത്തിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അത് പെട്ടെന്ന് പോകുന്നതാണ്. അത് തൊട്ടാവാടി പോലെയാണ്, തൊട്ട ഉടനെ പാടി പോകുന്ന. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനെന്റെ പ്രിയപുത്രി എന്നുള്ള ശബ്ദം കേട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആരെങ്കിലും വല്ലതും നമ്മുടെ ജീവിതത്തെ വിളിച്ചപ്പോൾ നമ്മുടെ മുഖം കറുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും വളരണം. അപ്പൊ അതുകൊണ്ട് കർത്താവേ, മാതാവിനുണ്ടായ അനുഭവം, യോഹന്നാനുണ്ടായ അനുഭവം, യോഹന്നാൻ ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ച പുത്രനാണെന്നുള്ള സാക്ഷ്യം കിട്ടിക്കൊണ്ട് തലയെ കൈവച്ച് സകലരുടെയും പാവശാപങ്ങൾ അവന് തലയെ വെച്ച് കൊടുത്തു. ലോകത്തിന് പാവത്തെ വഹിക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞ് അവനെ തിരിച്ചറിഞ്ഞു. നമ്മുടെ പാവശാപങ്ങൾ ഏറ്റുവാങ്ങുന്ന കുഞ്ഞാടായിട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ കുഞ്ഞാടായി വന്നിരിക്കുന്നതേ. അപ്പം ഈ മധുവായിൽ വന്നിരിക്കുന്ന ഈ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന ആ കർത്താവ്, ബേത്ലഹേമിൽ ജനിച്ച കർത്താവ്, 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന കർത്താവ്, ഇവനെന്റെ പ്രിയപുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ശബ്ദം കേട്ട കർത്താവ്, ആ കർത്താവാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ കർത്താവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു? കണ്ണുകൊണ്ട് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഏതാണ്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് അല്ലേ? എത്ര നാളെ ഇത് കാണാൻ തുടങ്ങിയിട്ട്. പക്ഷേ അകത്തെ കണ്ണ് തുറക്കാമെങ്കിൽ കാസായും വിലാസായും മാത്രമല്ല കാണുന്നത്. ഏതാ 33.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് യേശുവിനെ ഇവിടെ കാണാൻ നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിക്കുക. കാണാനൊക്കുന്നു എന്നാ കാണുന്നു നോക്കിയാട്ടെ, ഒന്ന് കണ്ണടച്ച് നോക്കിയാട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ? ഹൃദയം ശുദ്ധമായിട്ടില്ലെന്നാണ്. അപ്പൊ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളോട് യാത്ര പറഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ കുർബാനയിലും യേശുവിനെ കാണാൻ സാധിക്കും. എല്ലാ കുർബാനയും പുത്തൻ കുർബാനയായിരിക്കും. അപ്പൊ യേശു പരസ്യ ശുശ്രൂഷ നടത്തിയപ്പോൾ ചെയ്ത വേലകൾ ഇവിടെ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നു. താൻ വളർന്ന നസറേത്തിൽ അവൻ വന്നു, ശാബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ എല്ലാ ശനിയാഴ്ചയും കർത്താവ് പള്ളിയിൽ പോകുമായിരുന്നു. ഈ ശനിയാഴ്ച ഇപ്പൊ ഇവിടെ ഒരു വില. എല്ലാ ശനിയാഴ്ചയും കർത്താവ് പള്ളിയിൽ പോയതുപോലെ സങ്കേതഭവനത്തിലെ ശനിയാഴ്ച വന്നിരിക്കുക. ഈ വേദഭാഗം ഇപ്പോൾ ഇവിടെ വായിക്കാൻ പോവുക. കർത്താവും കൂടി അത് വായിക്കുന്നത് കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ കൊടുത്തു. അവൻ പുസ്തകം തുറന്നു, ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു. 18-ാം വാക്യത്തിൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അപ്പൊ ദൈവാത്മാവിനാൽ പ്രചോദിതനായി ആ പള്ളിയിൽ വന്ന കർത്താവിന്റെ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ ദരിദ്രരാണെങ്കിൽ നമ്മളെ സമ്പന്നരാക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. എന്തെല്ലാം ദാരിദ്ര്യമുണ്ട്! ആത്മീയവും മാനസികവും ശാരീരികവും ഒത്തിരി തരം ദാരിദ്ര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആ ദാരിദ്ര്യമെല്ലാം നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് നമ്മളെ സമ്പന്നരാക്കാനായിട്ടുള്ള ഒരു സമ്പന്നനാണ് കർത്താവ്. കർത്താവ് ദരിദ്രനായി നമ്മളെ സമ്പന്നൻ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവെ എനിക്ക് ഇന്ന കാര്യത്തിൽ ദാരിദ്ര്യമുണ്ട്, കടം വീടാനുണ്ട്, പെണ്ണിനെ കെട്ടിക്കണം, ജോലി കിട്ടാനുണ്ട്, കടം കൊടുത്തത് കിട്ടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർത്താവ്. ഇവിടെ വന്നിരിക്കുന്നത് പരിഹരിക്കാനാണെന്നാ പറയുന്നത്. ഏതെല്ലാം ദാരിദ്ര്യം കൊണ്ട് ഇപ്പൊ പറഞ്ഞോ, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കേ, കർത്താവ് എനിക്ക് ഇന്ന ദാരിദ്ര്യമുണ്ട്. നീ പണ്ട് നസറേത്തിൽ പോയി ഒരു ശനിയാഴ്ച ദിവസം ദാരിദ്ര്യം ഉള്ളവർക്ക് ഒത്തിരി സമ്പത്ത് കൊടുത്തല്ലോ, എനിക്കും കൂടെ സമ്പത്ത് വേണം എനിക്ക്. അപ്പം ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ വന്ന കർത്താവെ, സങ്കേതഭവനത്തിൽ വന്നിരിക്കുന്നതിന് നന്ദി. നിന്റെ അഭിഷേകം എനിക്കും വേണം, അഭിഷേകം വേണം. അപ്പൊ ആത്മാവിന്റെ ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നോക്കാം. എന്നാ ചോദിച്ചാലും കർത്താവ് പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ വരാമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കാൻ അളവില്ലാത്ത സ്ഥലം ഉണ്ടാകണം. നമ്മുടെ ഹൃദയം വചനങ്ങളിൽ ഇണചേർന്ന് സമുദ്രം പോലെ വിശാലമാകാമെങ്കിൽ നദി പോലെ സമാധാനം ഒഴുകി വരും. അപ്പൊ ചോദിച്ചാൽ കിട്ടും. അപ്പൊ എന്താ നമുക്ക് വേണ്ടിയത്? നദി പോലെ സമാധാനം വേണം. അതാർക്കും കളയാനൊക്കാവുന്നതല്ല. ആരെങ്കിലും നമ്മുടെ സമാധാനം കളയുന്നെങ്കിൽ അത് പിശാച് തന്ന സമാധാനമാണ്. പിശാചിന് കള്ള സമാധാനമുണ്ട് തരാൻ. പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന താൽക്കാലിക സുഖമുണ്ട്, സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കും കിട്ടുമ്പോൾ ഒരു ചെറിയ സന്തോഷമുണ്ട്. അതൊക്കെ പിശാച് തരുന്നത്, അത് പെട്ടെന്ന് പോകുന്നതുമാണ്. ദൈവാത്മാവ് തരുന്ന സമാധാനം ആദ്യം കളയാൻ പറ്റിയത് പോയെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം തന്നതല്ലെന്നാണ്. അപ്പൊ ആ കാര്യം തിരിച്ചറിയണം. അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യാൻ വന്നയാളാണ്. മെശിഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ മാത്രമേ നമുക്ക് അഭിഷേകം തരാൻ കഴിവുള്ളൂ. അതുകൊണ്ട് വരാൻ പോകുന്ന ജൂൺ മാസം 4-ാം തീയതിയെങ്കിലും നമുക്ക് 100% അഭിഷേകം വേണം. കുറച്ച് അഭിഷേകമുണ്ട്, പക്ഷെ 100 ആകണം. എവിടെയെങ്കിലും അഭിഷേകം ഇല്ലാതിരുന്നാൽ അവിടെ ഉണങ്ങിയിരിക്കുന്നിടത്ത് പിശാച് നമ്മളെ തൊടും. പിശാച് തൊടാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ജീവജലത്തിൽ മുങ്ങിയിരിക്കണം, നനഞ്ഞിരിക്കണം. നനവ് പോയാൽ, ഉണങ്ങിയാൽ ആര് തൊടും? പിശാച് തൊടും. അതുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടിയുള്ള ദാഹം വേണം. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാൻ കർത്താവ് വന്നു. ഹൃദയം തകർന്നവരല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കാട്ടെ. ആരും കൈവക്കുന്നില്ല. എൻ്റെ അർത്ഥം എന്നാ? ഹൃദയം തകർന്നിരിക്കുക. ഹൃദയത്തിന് മുറിവും ചതവേറ്റവരാണ് നമ്മളെല്ലാവരും. 2 തരത്തിൽ ഹൃദയത്തിന് തകർച്ച വരും. ദൈവ സാന്നിധ്യബോധത്തിൽ തകരുന്ന ഹൃദയമുണ്ട്. ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് മുറിവും ചതവേൽക്കുന്നവരുണ്ട്. ദൈവ സാന്നിധ്യബോധത്തിൽ തകർന്നാൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായി. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നുറുങ്ങിയ ഹൃദയത്തിന്റെ കൂടെ ആരോടെ കാണും? അപ്പൊ നമ്മുടെ ഹൃദയം ആര് മുറിപ്പെടുത്തിയാലും ആര് ചതച്ചാലും ദൈവവചനപ്രകാരം അവരെ അനുഗ്രഹിച്ച് ദൈവവചനം ധ്യാനിക്കാമെങ്കിൽ അവിടെ ആര് വരും? കർത്താവ് വരും. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് വിറയ്ക്കാൻ സാധിക്കും. വയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കുർബാനയ്ക്കിടയിൽ കേട്ടാറുണ്ട്. പഴയ നിയമത്തിലെ പിതാവായ ദൈവം സീനായ മലയിൽ വന്ന് പർവ്വതമെല്ലാം വിറച്ചു എന്നാ പറയും. ഭൂകമ്പം ഉണ്ടായി, വിറയലുണ്ടായി, പുകയുണ്ടായി, തീയുണ്ടായി. ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണുകയും വേണ്ട, ഞങ്ങൾ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവൻ മുഖം പൊത്തി. മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് എഴുന്നള്ളി വന്നിരിപ്പുണ്ട്. ആരെങ്കിലും വിറയ്ക്കുന്നുണ്ടോ? ആർക്കെങ്കിലും വിറയലുണ്ടായോ? വിറയലുണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ? മരവിപ്പുണ്ടെന്നാ അതിന്റെ അർത്ഥം. അപ്പൊ മരവിപ്പും അസ്വസ്ഥതയൊക്കെ മാറി കർത്താവ് എനിക്ക് നിന്റെ സാന്നിധ്യത്തിൽ വിറയ്ക്കണം. ഇന്ന് ഈ തിരുശരീര രക്തങ്ങൾ, വീഞ്ഞുകൾ വാഴ്ത്തി നുറുക്കുന്ന സമയം ഇത് കർത്താവിന്റെ ശരീര രക്തമാണെന്ന് പറഞ്ഞ് ഞാൻ വിറച്ചുപോയി. കയ്യിൽ കൂടെ ശക്തി അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോൾ ഈ വീഞ്ഞുകൾ കർത്താവിന്റെ ശരീരമായി ചെന്നപ്പോൾ ഞാൻ വിറച്ചു പോയിരിക്കെ ഇത് വായിക്കാനൊക്കാതെ വേണം ഞാൻ തൊണ്ടയിടറിപ്പോയി. നിങ്ങൾക്കുണ്ടായോ അനുഭവം? പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ദൈവസാന്നിധിയിൽ വിറയ്ക്കാമെങ്കിൽ കടാക്ഷം ഉണ്ടാവും. വചനത്തെങ്കിൽ വിറയ്ക്കാമെങ്കിൽ കരുണയുടെ കടാക്ഷം ഉണ്ടാകുമെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? യെശയ്യാ 66 എഴുതിയിരിക്കും. ഇതെല്ലാം ആവർത്തിക്കുന്ന അനുഭവങ്ങളാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ മുറിഞ്ഞവരും തകർന്നവരും നിരാശപ്പെട്ടവരും ആരും നിരാശപ്പെടണ്ട. കർത്താവ് ഹൃദയം തകർന്നവർക്ക് സൗഖ്യമാക്കാൻ വന്നിരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നുണ്ട്. കുർബാന വായിലോട്ട് വയ്ക്കുന്ന സമയത്ത് കർത്താവ് നാക്കെ തൊടാൻ പോവുക. അപ്പോൾ കർത്താവിനെ തൊട്ടവർക്ക് സൗഖ്യം കിട്ടിയ അത്ഭുതം ഇവിടെ നടക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെയാണ് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. തടവുകാർക്ക് മോചനം, ബന്ധനമുള്ളവരാ തടവ്. കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. ഇതെല്ലാം കർത്താവ് അന്ന് തന്റെ സന്നിധിയിൽ വന്ന പള്ളിയിലുണ്ട് അവർക്ക് കൊടുത്തു എന്നാ പറയും. അതെ, കർത്താവ് എല്ലാ കുർബാനയിലും എല്ലാ സുവിശേഷ യോഗങ്ങളിലും എല്ലാ ധ്യാനമന്ദിരങ്ങളിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്ന് ഇവിടെ വന്ന് ഈ വിശുദ്ധ കുർബാന കൂടെ നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം ആവർത്തിച്ചു തരികയാണ്. അത് ഏറ്റുവാങ്ങി അത് നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ ധൂപപ്രാർത്ഥന തുടരുകയാണ്. മാതാവാണ് ആദ്യമായി ദൈവത്തെ, പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തെ തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞാൽ വിദ്വാൻമാരറിഞ്ഞു, അവിടെ ആട്ടിടയന്മാരറിഞ്ഞു, മാതാവ് ഈ കുഞ്ഞിനെ കൊണ്ട് ഓടിയ വഴിക്ക് പല വീട്ടുകാരറിഞ്ഞു. ഒത്തിരി പേർക്ക് ഈ അനുഭവം കിട്ടിക്കൊണ്ടേയിരുന്നു. നമുക്കും ഇത് കിട്ടാൻ കർത്താവ് ഇവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ മാതാവിനോടൊപ്പം യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപ, യേശുവിനെ കാണാനും അറിയാനുമുള്ള വിശുദ്ധി ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വീകരണം എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചവരെ വിടുവിച്ച കർത്താവ് ഇവിടെ എത്തി നമുക്കും അവിടുത്തെ നന്ദി പറയാം. കർത്താവിന് ഇനിയും പല കാര്യങ്ങളും നമ്മോട് സംസാരിക്കാനുണ്ട്, പലതും നമുക്ക് തരാനുണ്ട്. ഇപ്പം നമ്മുടെ കൈ നിറയെ തന്നു, ഹൃദയം നിറയെ തന്നു. ഇനിയും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം, എന്നും കിട്ടണം. അതിന് ഈ സ്ഥലം ദൈവത്തോട് സംസാരിക്കാനും ദൈവം സംസാരിക്കുന്ന കേൾക്കാനുള്ള സ്ഥലമാണ് എന്നോട് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ കിട്ടിയ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം സംസാരിക്കുന്ന കേൾക്കുകയും ചെയ്യുക. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം ദൈവം പറഞ്ഞാലേ പറയാവൂ. അല്ലാതെ പറഞ്ഞാൽ അത് ഈ അന്തരീക്ഷത്തെ അശുദ്ധമാക്കുമെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. പാഴ്വചനങ്ങൾ, പാഴായ ചിന്തകൾ ഈ അന്തരീക്ഷത്തെ അശുദ്ധമാക്കിയാൽ അതിലൂടെ ശത്രു കയറും. അത് ഇടർച്ച വരേണ്ടത് ആവശ്യം വരുത്തുന്നോ കയ്യോ കേട്ടോ എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മൾ ഈ ഇവിടെ വന്നതിന് ശേഷം കൃപയുപ്പമില്ലാത്ത വാക്ക് പറഞ്ഞ് ആർക്കെല്ലാം ഇടർച്ച വരുത്തിയിരിക്കുന്നു അതിന് ക്ഷമ ചോദിക്കണം. ഇവിടെയുള്ള 14 കുരിശുകളോട് വെച്ചിട്ടുണ്ട്, അവിടെ എങ്ങും പണ്ണാരപ്പെട്ടി വെച്ചിട്ടില്ല. നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കാനും നിങ്ങൾ കർത്താവിൻ്റെ കുരിശിൻ്റെ സന്ദേശം കേൾക്കാനും ദൈവം നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാനുമാണ്. അതുകൊണ്ട് യോഹന്നാനും മാതാവും മഗ്ദലമറിയും ഒക്കെ കുരിശിൻ്റെ ചുവട് വരെ പോയോണ്ട് കിട്ടിയത് നമുക്ക് ജീവകാലത്ത് മുഴുവനും
നിലനിൽക്കുന്ന നിത്യ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു. മാതാവിനൊരു മോനെ കിട്ടി, മോനൊരു മാതാവിനെ കിട്ടി. ആ മക്തല മറിയത്തിന് അവരുടെ കൂടെ താമസിക്കാനുള്ള ഭാഗ്യവും കിട്ടി. അവരിന്നലെ വിശുദ്ധരുടെ പട്ടികയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ ഇപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വോത്രകാഴ്ചയിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനുണ്ട്, ഇവിടെ ഏതെങ്കിലും കുരിശിൻ്റെ ചുവട്ടിലൊക്കെ പോയി കർത്താവ് നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വെച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുള്ളൂ. തമ്മിലുള്ള സംസാരം എത്രയും കുറയ്ക്കുക. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെവിയിൽ പറയണമെങ്കിൽ അത് കർത്താവ് പറഞ്ഞതായിരിക്കണം. അല്ലാതെ പറഞ്ഞാൽ അത് ഫൗളാകും, കേസാകും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത്രയും നാളത്തെ പോലെ ഇനിയും വ്യത്യാസമുണ്ട്. ഈ സ്ഥലം ഈ ദൈവവേലയ്ക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വേല പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത പെരുന്നാളിന് വേണ്ടി ചെഹിയോൻ മാളികയുടെ അന്തരീക്ഷം ഉണ്ടാക്കുന്ന വേല ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ പെരുമാറാൻ പോകുന്നതിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ കുറിച്ച് തരാനുണ്ടെങ്കിൽ ആഹാരം കഴിച്ച ശേഷം അവിടെ ഓഫീസിൽ നിന്ന് ഒരു മഞ്ഞ പേപ്പറും കിട്ടും, സ്വയപരിശോധന സഹായം ഒരു കൊച്ചു പുസ്തകവും കിട്ടും. അത് രണ്ടും വാങ്ങിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എഴുതി തന്നിട്ട് പോകാം. മറുപടി കിട്ടുമ്പോൾ അറിയിക്കാമെന്നുള്ള കാര്യം 7 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്നതിന് ശേഷം മറുപടി കിട്ടുള്ളൂ. എഴുതി തന്നാൽ ഉടനെയൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് 7 പ്രാവശ്യം വന്നതിന് ശേഷം കിട്ടുന്ന മറുപടി നിങ്ങൾ വാങ്ങിച്ചോണം. അതിവിടെ തോണോസ വെച്ചിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചിട്ടയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹകരമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ ആഹാരങ്ങൾ സ്ഥലത്തേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം 2-3 അനാഥ മന്ദിരങ്ങൾക്കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കും അനാഥർക്കും ആഹാരം കൊടുക്കാൻ ഇവിടുത്തെ സ്വോത്രകാഴ്ച ഈ 2 പെട്ടി വെച്ചിരിക്കുന്നത് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഒരു പെട്ടി ഇടുമ്പോൾ വേറെ ആൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. വരുന്നവർക്ക് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടി 2 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്താൽ ഞങ്ങളത് കർത്താവിന് തന്നെ കൊടുക്കുന്ന അനാഥർക്കും വിധവമാർക്കും കൊടുത്തിട്ടാണ്. അങ്ങനെയുള്ളവർക്ക് കൊടുത്ത് ബാക്കിയുള്ളത് ഞങ്ങൾ കഴിക്കാറുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം സമൃദ്ധിയായിട്ട് തന്നെ നടത്തുന്നു. ഈ ചിട്ടയിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിനായി തീർച്ചയായിട്ടും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനോട് സമാഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.